2 ദിവസം കൊണ്ട് ഇവിടെ ഒടുക്കത്തെ മഴയാണ്. മഴ കാരണം ഒന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ രാവിലെ ഞാൻ വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടുവരുന്നത് എന്റെ വീട്ടിലെ ഫ്രണ്ട് മുഴുവൻ പക്കികൾ ഇങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു. പക്കികൾ എന്താ വന്നതെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോഴത്തേക്ക് പക്കികൾ ഇങ്ങനെ ഓടി നടക്കൂല, അങ്ങനെ നടക്കുകയായിരുന്നു. ഇത് കണ്ടോ, ഈകളായി ഞാൻ കന്യാകുമാരി പോയപ്പോൾ വാങ്ങിച്ചതാണ്. അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതവിടെ തൂക്കിയിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ധ്രുവവാവ ഉണർന്ന് വന്നിട്ടുണ്ട്. കുറച്ച് നേരം അവനെ എടുത്ത് മടി വെച്ച് കൊഞ്ചിച്ചു. അപ്പോഴത്തേക്ക് പിറകിന്ന് തന്നെ സച്ചുവാവൻ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മളെ കാര്യമൊക്കെ ഇരുന്ന് പറഞ്ഞു, മൊബൈലൊക്കെ കണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട് ഓടി. അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു ഇന്ന് എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോഴാണ് ചിന്തിച്ചത് അമ്മ ദോശമാവിനെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ കഴിവിയ പാത്രങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കി അങ്ങ് വെച്ചു. ബാസ്ക്കറ്റ് താഴെ എടുത്ത് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി. അത് ഞാൻ വിചാരിച്ചു ഇഡ്ഡലി തട്ടത്തിലോട്ട് കുറച്ച് ഇഡ്ഡലി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. കാരണം ഇവിടെ ഇഡ്ഡലിയും ദോശയും രണ്ടും വേണം. കാരണം സച്ചുവാവ അങ്ങനെ ഇഡ്ഡലി കഴിക്കാറില്ല, അവൻ ദോശയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സച്ചുവാവയ്ക്ക് വേണ്ടി ദോശ ഇനി ഉണ്ടാക്കണം. വേഗം തന്നെ സാമ്പാറിനുള്ള എല്ലാം അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് സാമ്പാർ പരിപ്പ് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കഴുകിയൊക്കെ അങ്ങ് വെച്ചു. എന്നിട്ട് കുക്കറിൽ എല്ലാ സാധനങ്ങളും ഇട്ട് ഫിസിലും ഇട്ട് പെട്ടെന്ന് തന്നെ ഫിസിൽ വെക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. വേഗം തന്നെ തേങ്ങയും അങ്ങ് ചേക്കരി വെച്ചു. എന്നിട്ട് ഞാൻ ചമ്മന്തിക്കറി എന്ന് വെച്ചാൽ ചമ്മന്തി പൊടി കണക്ക് ഉണ്ടാക്കാമെന്ന് കരുതി ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കണതാണ് സച്ചോയ്ക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ വേഗം അതും കൂടെ അങ്ങ് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കുന്ന ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ വേഗം പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി. എന്നിട്ട് ഞാൻ എൻ്റെ സച്ചോയ്ക്ക് വേണ്ടി ദോശ അങ്ങോട്ട് ചുട്ടെടുത്തു. വേഗം ഞാൻ ചുട്ടെടുത്തു. എന്നിട്ട് ദോശയും ചുട്ടെടുത്ത് സാമ്പാറിന് വേഗം തന്നെ ഞാൻ അരപ്പുണ്ടാക്കി സാമ്പാറിൽ മസാല എല്ലാം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വേഗം തന്നെ ഇളക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയായിരുന്നു, ഒടുക്കത്തെ മണമായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം ഊതി ചൂടോടെ തന്നെ തിന്നു. എന്നിട്ട് ഞാൻ സച്ചുവാവയ്ക്കും ധ്രുവയ്ക്കും കൊടുത്തു. ധ്രുവ സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പൊ അത്ര ഒരു ടാറ്റാ.